സിനിമാ നടന്മാരായ അച്ഛനും മകനും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് നടൻ സുധീഷ്, അച്ഛൻ സുധാകരൻ നായർ. ഫാൻഡം, ഇംഗ്ലീഷ് മീഡിയം, പട്ടാഭിഷേകം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ സുധാകരൻ നായർ അഭിനയിച്ചിട്ടുണ്ട്. നടൻ ദേവദാസ്, അച്ഛൻ രാമു. രാമു 100-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിശയൻ, ആനന്ദഭൈരവി എന്നീ ചിത്രങ്ങളിൽ ബാലതാരമായി വന്ന നടനാണ് ദേവദാസ്. നടനായി കളിക്കൂട്ടുകാർ എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നടൻ സുധീർ, അച്ഛൻ കരമന ജനാർദ്ദനൻ നായർ. പണ്ടത്തെ മികച്ച നടനായ കരമന, കമ്മീഷണർ, ഭാര്യ, FIR തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മകൻ സുധീർ കുഞ്ഞിരാമായണം, പാവാട, പുലിമുരുകൻ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. നടൻ വിജയരാഘവൻ, അച്ഛൻ NN പിള്ളൈ. നടൻ, നാടക സംവിധായകൻ, INA സ്വാതന്ത്ര്യ സമര നായകൻ തുടങ്ങി പല മേഖലകളിലും തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് NN പിള്ള. നാടകാചാര്യൻ എന്ന പദവി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കാപാലിക, ഗോഡ്ഫാദർ, നാടോടി എന്നീ ചിത്രങ്ങളിലാണ് അഭിനയിച്ചിട്ടുള്ളത്. ഇതിന്റെ റീമേക്കുകളിലും NN പിള്ള തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്. 500 ആൻ എന്ന ഒറ്റ കഥാപാത്രം മതി അദ്ദേഹത്തെ ഇപ്പോഴും ആളുകൾ ഓർക്കാൻ. മകനായ വിജയരാഘവൻ കാപാലിക എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് എത്തിയത്. ന്യൂഡൽഹി എന്ന ചിത്രത്തിന് ശേഷം തിരക്കുള്ള നടനായി മാറി. ഇതിഹാസ നടനാണ് കുതിരവട്ടം പപ്പു. പപ്പുവിന്റെ മകൻ ബിനു പപ്പു. കോഴിക്കോട് ഭാഷയുടെ തനതായ ശൈലിയിൽ വ്യത്യസ്തമായ അഭിനയം കൊണ്ട് 1000-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച നടനാണ് ബിനു പപ്പു. ഹെലൻ, 1, ഓപ്പറേഷൻ ജാവ, ഭീമന്റെ വഴി തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. നടൻ സലിം കുമാർ, മകൻ ചന്തുകുമാർ. മാലിക് എന്ന ചിത്രത്തിൽ സലിം കുമാറിന്റെ ചെറുപ്പകാലം അവതരിപ്പിച്ചത് ചന്തു ആയിരുന്നു. ദേശീയ പുരസ്കാരം നേടിയ നടനാണ് സലിം കുമാർ. ഭരത് ഗോപി, മകൻ മുരളി ഗോപി. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ മികച്ച നടന്മാരിൽ ഒരാളായി കാണപ്പെടുന്ന നടനാണ് ഭരത് ഗോപി. ദേശീയ അവാർഡും നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മണിയൻപിള്ള രാജു, മകൻ നിരഞ്ജൻ. മധുര മനോഹര മോഹം, ബ്ലാക്ക് ബട്ടർഫ്ലൈ, കാക്കിപ്പട തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി, മകൻ ഗോകുൽ സുരേഷ്. ശ്രീനിവാസൻ, മക്കളായ ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ. ജയറാം, മകൻ കാളിദാസ്. മികച്ച ബാലതാരത്തിനുള്ള ദേശീയ അവാർഡ് കാളിദാസിന് കിട്ടിയിട്ടുണ്ട്. അച്ഛനും മകനുമായി തന്നെയാണ് ചിത്രത്തിൽ ഇരുവരും അഭിനയിച്ചിരിക്കുന്നത്. ഹരിശ്രീ അശോകൻ, മകൻ അർജുൻ. ബിടെക്, പറവ, ജൂൺ, രോമാഞ്ചം തുടങ്ങിയ ഹിറ്റ് സിനിമകളിൽ അർജുൻ അഭിനയിച്ചിട്ടുണ്ട്. പ്രേം നസീർ, മകൻ ഷാനവാസ്. മലയാളത്തിലെ നിത്യഹരിത നായകനാണ് പ്രേം നസീർ. 130 ചിത്രങ്ങളിൽ ഷീലയ്ക്കൊപ്പം മാത്രം അഭിനയിച്ച് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയിട്ടുണ്ട്. നിരവധി അംഗീകാരങ്ങളാണ് പ്രേം നസീറിന് കിട്ടിയിട്ടുള്ളത്. മകൻ ഷാനവാസ് ജനഗണമന, കടമുറ്റത്തച്ഛൻ തുടങ്ങി 50-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചു. മോഹൻലാൽ, മകൻ പ്രണവ്. ലാൽ, മകൻ ജീൻ പോൾ. കലാഭവൻ അഭി, മകൻ ഷൈൻ നിഗം. നടൻ സുകുമാരൻ, മക്കളായ പൃഥ്വിരാജും ഇന്ദ്രജിത്തും. നടൻ MG സോമൻ, മകൻ സജി. സ്റ്റോപ്പ് വയലൻസ്, ലയൺ എന്നിങ്ങനെ കുറച്ച് ചിത്രങ്ങളിൽ മകൻ അഭിനയിച്ചിട്ടുണ്ട്. ബാബു ആന്റണി, മകൻ അർത്തർ ആന്റണി. ഇടുക്കി ഗോൾഡ്, ഗ്രേറ്റ് എസ്കേപ്പ് എന്നീ സിനിമകളിൽ മകൻ അഭിനയിച്ചിട്ടുണ്ട്. നടൻ MG രവി, മകൻ ശ്രീജിത്ത് രവി. നടൻ മുകേഷ്, മകൻ ശ്രാവൺ. കല്യാണം എന്ന സിനിമയിൽ ശ്രാവൺ അഭിനയിച്ചിട്ടുണ്ട്. നടൻ മമ്മൂട്ടി, മകൻ ദുൽഖർ സൽമാൻ. രാജൻ P ദേവ്, മകൻ ഉണ്ണി. നടൻ തിലകൻ, മക്കളായ ഷമ്മി തിലകനും ശോഭി തിലകനും. വിനയൻ, മകൻ വിഷ്ണു വിനയ്. ആകാശഗംഗ, ദാദാ സാഹിബ്, കരുമാടിക്കുട്ടൻ തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്ത സംവിധായകനാണ് വിനയൻ. 3-4 ചിത്രങ്ങളിൽ വിനയൻ അഭിനയിച്ചിട്ടുണ്ട്. കല്ലുകൊണ്ടൊരു പെണ്ണ്, അവനോ അതോ അവളോ, മീനമാസത്തിലെ സൂര്യൻ, ആലിലക്കുരുവികൾ എന്നിങ്ങനെ സിനിമകളിൽ വിനയൻ അഭിനയിച്ചിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ട്, ആകാശഗംഗ 2 എന്നിങ്ങനെ കുറച്ച് ചിത്രങ്ങളിൽ വിനയന്റെ മകനും അഭിനയിച്ചിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ട് എന്ന സിനിമയിൽ ഗംഭീര അഭിനയമാണ് വിഷ്ണു വിനയ് കാഴ്ചവെച്ചത്. നടൻ രഞ്ജി പണിക്കർ, മകൻ നിഖിൽ. കലാമണ്ഡലം ഹൈദരാലി എന്ന ചിത്രത്തിൽ നിഖിൽ അഭിനയിച്ചിട്ടുണ്ട്. ഫാസിൽ, മകൻ ഫഹദ് ഫാസിൽ. മണിച്ചിത്രത്താഴ്, ഹരികൃഷ്ണൻസ് തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ് ഫാസിൽ. എന്നാൽ കുറച്ച് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്.
മരയ്ക്കാർ, അറബിക്കടലിന്റെ സിംഹം, ലൂസിഫർ എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്.